പൊന്നാരന്റെ KT ജലീല ഈ ആടപ്പാടല മൂഞ്ചി എന്ന് പറഞ്ഞാല് ആടപ്പാടല മൂഞ്ചി പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഇഞ്ചി പെടാൻ ബാക്കിയുണ്ടോ? എന്തിനു പറഞ്ഞോ എന്റെ അടിമകളുണ്ടല്ലോ ന്യായീകരണ തൊഴിലാളികള്, അവർക്ക് വരെ ഇതില് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ നിന്നെ ന്യായീകരിക്കാൻ പറ്റാത്ത വിധം ഇജ് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ അവറ്റകൾ ചെയ്യേണ്ട ആകെ പോയിട്ട് ഫിറോസിനെ തെറി വിളിക്കുക, ഫിറോസിനോട് അത് ചോദിക്കാറ് കണ്ടുള്ള പരിപാടിയാണ് ഇറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അന്നെ ന്യായീകരിക്കാൻ ഒരു അർത്ഥത്തിൽ ഇവർക്ക് കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞാല് PK ഫിറോസ് ഇന്നലെ നൽകിയ മറുപടി അത്രത്തോളം കൃത്യമാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞത്. ഈ ഏത് രീതിയിലാണ് സർവകലാശാലക്ക് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതും KT ജലീലെ ഈ ഒപ്പിട്ട രേഖകളൊക്കെയാണ് ഇന്നലെ PK ഫിറോസ് കൊണ്ടുവന്നത്. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് കണ്ടപ്പോ ചെയ്ത ആകെ പണി ഇതാണെന്നല്ലേ. ഇതാ ഇനി നമുക്ക് നിയമസഭയിൽ നോക്കാം. ഇതിനു മുമ്പ് നിയമസഭയില് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോ അത് നിഷേധിച്ചതാണ്. അതെനിക്കറിയാം. രണ്ടാമത് അത് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ചില സാങ്കേതികത ഉണ്ടാവും, മുമ്പ് തള്ളിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് നല്ലൊരു പരിപാടിയാണ് ചെയ്തത്. ഏത് ഇനി നമ്മൾ നിയമസഭയിലെ അതിന് മറുപടി പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ KT ജലീലേജ്. 9 മണിക്ക് PK ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോ ഇജ് 12 മണിക്ക് കാണുന്നു പറഞ്ഞാട് പോസ്റ്റ് ഇടില്ലേ. PK ഫിറോസ് 12 മണിക്ക് കാണുന്നു പറയുമ്പോ ഈ അപ്പം വരും 3 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പൊ എന്തേ 10ഉം 12ഉം 3ഒന്നും ഇല്ലേ? മുങ്ങിയോ? മറുപടി ഇല്ലേ? അതാണ് പറഞ്ഞത് ഫിറോസ് പറഞ്ഞത്. കുറുവാ സംഘം KT ജലീല എന്റെ കുറുവാ സംഘം പെട്ടു എന്ന് പറഞ്ഞാല് കാക്കല് മുക്കല് നക്കലുണ്ടല്ലോ, അത് ഫിറോസ് പുറത്ത് കൊണ്ടുവരും. ഫിറോസ് എനിക്കറിയാലോ, പണ്ട് മന്ത്രിസ്ഥാനം എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നിന്നല്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചത് എന്തൊക്കെയായിരുന്നു അല്ലെ. അവസാനം PK ഫിറോസ് കൊണ്ടുവന്ന സാധനങ്ങള് കുറച്ച് കട്ടിങ്ങാനുള്ളതെന്ന് മനസ്സിലായപ്പോ രാജിവെച്ച് ഓടേണ്ടി വന്നില്ലേ. അപ്പൊ എങ്ങനെ ഏറെക്കുറെ